അബീസ് ട്രാവൽ വേൾഡ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. കോട്ടയത്തെ ഒരു കിടിലൻ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു അമ്പലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അമ്പലം വെറും ഒരു അമ്പലമല്ല, വെള്ളച്ചാട്ടം കൂടി ഉള്ള ഒരു അമ്പലമാണ്. അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഏറ്റുമാനൂരിന്റെ അടുത്തായിട്ട് വരും. നമുക്ക് അത് കാണണ്ടേ, കാണിച്ചു തരാവേ. പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടമുള്ള ഈ അമ്പലം എവിടാണെന്നല്ലേ? കോട്ടയത്താണ്. കോട്ടയത്ത് ഏറ്റുമാനൂര് കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ എത്തിയാലും അമ്പലത്തിലേക്ക് പോകാനുള്ള സൈൻ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എത്തിയിട്ടുള്ളത് അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാണ്. നമ്മൾ വെള്ളച്ചാട്ടം എവിടെ ഉണ്ടെന്ന് ഒരുപാട് തിരഞ്ഞു. പിന്നീട് നമുക്കത് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഒരു ചേട്ടൻ പറഞ്ഞു, ഈ മതിൽക്കെട്ടിന്റെ സൈഡിലൂടെ നടന്നു പോയാൽ മതി, നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന്. പിന്നീട് അങ്ങ് അറ്റം എത്തിയിട്ടാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്. ഈ വെള്ളച്ചാട്ടം കടന്ന് വേണം നമുക്ക് അമ്പലത്തിന്റെ അക്കരെ എത്താനായിട്ട്. ശരിക്കും ഈ വെള്ളച്ചാട്ടം കടന്നിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാനായിട്ട്. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം ഒരു 5 മിനിറ്റോളം അറച്ചു നിന്നതിന് ശേഷമാണ് ഇങ്ങനെ വെള്ളത്തിലൂടെ നടക്കാൻ തുടങ്ങിയത്. നമ്മളിപ്പം അമ്പലത്തിന്റെ മതിൽക്കെട്ടിന്റെ സൈഡിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നടക്കുന്ന ഭാഗം ഫുള്ള് പാറയാണ്. പാറയുടെ മുകളിലൂടെയാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വഴുക്കലുമുണ്ട്. തെന്നി വീഴാൻ ചാൻസും വളരെ കൂടുതലാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ക്ഷേത്രം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉള്ളിൽ കയറി ദർശനം നടത്താൻ പറ്റത്തില്ല. കാര്യം ഞങ്ങൾ 12 മണിയായി വന്നപ്പോൾ. അപ്പോൾ ഒരുപാട് വൈകിയാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളും അരുവിക്കൽ ക്ഷേത്രത്തിൽ വരുമ്പോൾ ദർശനം കൂടി നടത്തണമെങ്കിൽ അമ്പലത്തിൻ്റെ സമയത്തിന് വരിക. വെള്ളച്ചാട്ടം മാത്രം കാണാനാണ് ഉദ്ദേശമെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് എപ്പോൾ വന്നാലും നമുക്ക് ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് പോകാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമുള്ള ക്ഷേത്രമാണ് നമ്മുടെ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം. അധികം തിരക്കില്ലാത്തൊരു സമയമായതുകൊണ്ട് നമ്മുടെ 4 വീലർ വാഹനം അമ്പലത്തിന്റെ മുൻവശത്ത് കൊണ്ടുവരാൻ സാധിച്ചു. വളരെ ഇടുങ്ങിയ വഴിയാണ് മുൻവശത്തേക്ക് വരുമ്പോഴത്തേക്ക്. ഇവിടെ പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് വാഹനം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അമ്പലത്തിന്റെ പുറകുവശത്തുണ്ട്. ഇനി എന്തായാലും നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാം. വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ അരഭാഗം വരെയുള്ള വെള്ളം നല്ല നുരഞ്ഞ് പതഞ്ഞാണ് ഈ വെള്ളം ഒഴുകുന്നത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാവുന്നതാണ്. കുട്ടികളെയും കൊണ്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. നമുക്കൊക്കെ അരഭാഗം വരെ വെള്ളം കാണത്തുള്ളൂ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യുക. ഇവിടെ വരുന്ന സഞ്ചാരികളോട് പറയാനുള്ളത്, പ്രകൃതിയുമായിട്ട് വളരെയധികം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഈ അമ്പലത്തിന് മുന്നിലുള്ള വെള്ളച്ചാട്ടത്തെ നമ്മൾ മലിനമാക്കപ്പെടുത്താതെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മാന്യമായി ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കുളിച്ച് ആസ്വദിച്ച് തിരിച്ചു മടങ്ങാവുന്നതാണ്. ഇനി അഥവാ ഡ്രസ്സൊക്കെ നനഞ്ഞ് നമുക്ക് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ പിൻവശത്ത് ബാത്റൂം സൗകര്യമുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചുമ്മാതെ തേരാപ്പാര ഇങ്ങനെ വെള്ളത്തിലൂടെ നടക്കുന്നതും വല്ലാത്തൊരു രസം തന്നെയാണ്. അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു തോട് പോലുണ്ട്. അവിടെയും കുറച്ച് പേർക്ക് കുളിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബായ്.